നമസ്കാരം. സിറിയയിൽ ബാഷർ അൽ അസദിൻ്റെ സർക്കാർ നിലംപതിക്കുകയും അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് ഓടിപ്പോവുകയൊക്കെ ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ ഇസ്രായേലിനുണ്ടായ ഒരു ആശങ്ക അസദിൻ്റെ കൈവശമുണ്ടായിരുന്ന വൻതോതിലുള്ള ആയുധശേഖരം ഹിസ്ബുള്ളയുടെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ വിമതരാകട്ടെ അധികാരത്തിലെത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ അവരുടെ പഴയ ശത്രുവായ ഹിസ്ബുള്ളയ്ക്ക് ഒരു തരത്തിലുമുള്ള സഹായം ലഭ്യമാക്കരുത് എന്ന ഉറച്ച തീരുമാനം തന്നെ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്ക് പിന്നീട് ആയുധങ്ങൾ കടത്തുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. നേരത്തെ ഇറാനിൽ നിന്ന് സിറിയ വഴിയായിരുന്നു ലെബനനിലേക്ക് വൻതോതിലുള്ള ആയുധ ശേഖരങ്ങൾ വിമാനമാർഗവും കപ്പൽ മാർഗവും ഒക്കെ തന്നെ എത്തിയിരുന്നത്. ലെബനനിലെ വിമാനത്താവളത്തിൽ ഇസ്രായേൽ നിരീക്ഷണം കർശനമാക്കിയതോടുകൂടി അതുവഴിയുള്ള ആയുധക്കടത്ത് നിന്നു. പിന്നീട് കപ്പൽ മാർഗമാണ് ഇവർ ആയുധങ്ങൾ എത്തിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ നിറയെ ആയുധങ്ങളാണ് സിറിയൻ അധികൃതർ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് കോടികൾ വില വരും എന്നുള്ളത് ഉറപ്പാണ്. ഈ മാസം ആദ്യവും ഇത്തരത്തിലുള്ള വൻ ആയുധശേഖരം പിടികൂടിയിരുന്നു. കപ്പലിൽ തന്നെയാണ് അതും കടത്തിക്കൊണ്ടുവന്നത്. ധാരാളം ഡ്രോണുകളും റോക്കറ്റ് ലോഞ്ചറുകളും എല്ലാം അക്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത കപ്പലിലാകട്ടെ തോക്കുകളുടെ വൻ ശേഖരവും റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും എല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, സിറിയ പഴയ സിറിയയല്ല. ഇനി സിറിയ വഴി ഒരിക്കലും ഇറാന് ആയുധങ്ങൾ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് എത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത മാസം 18 വരെ മാറ്റിവെച്ചത്. ഇനി 18 വരെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇവർക്ക് പരസ്പരം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അതിനിടയിലും ഇത്തരത്തിൽ ആയുധക്കടത്ത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒരു പക്ഷേ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണോ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം കൊപ്പുകൂട്ടുന്നത് എന്ന സംശയങ്ങൾ നിലയ്ക്കുന്നതിനിടയിലാണ് ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അസദിൻ്റെ ഭരണകാലത്ത് ഹിസ്ബുള്ളയ്ക്ക് ലെബനനൊക്കെ തന്നെ ഇഷ്ടം പോലെ ആയുധങ്ങൾ എത്തിച്ചിരുന്നു ഇറാനിൽ നിന്ന്. അതിനെല്ലാ സഹായ സാധനങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും അസദ് തന്നെയായിരുന്നു. അസദ് എല്ലാ കാര്യത്തിലും പണം പറ്റിയിരുന്ന, കൈക്കൂലി വാങ്ങിയിരുന്ന വലിയൊരു അഴിമതിക്കാരനായിരുന്നു എന്ന നിലയിൽ തന്നെ ഒരുപക്ഷെ ഇതിനുമൊക്കെ തന്നെ അയാൾ വൻതോതിൽ പണം കൈപ്പറ്റിയിരിക്കാം എന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാൻ ഒരു കാരണവശാലും ആയുധം കടത്താൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, സിറിയയും ഇസ്രായേലും തമ്മിൽ 1948 മുതൽ തന്നെ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഈയിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന് വേണമെങ്കിൽ സിറിയയുമായി പഴയതുപോലെ നയതന്ത്രബന്ധം സ്ഥാപിക്കാം, പക്ഷേ തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു നിലപാടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയിലെത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് പോകാം എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. സിറിയയിലെ പുതിയ ഭരണക്കാരാകട്ടെ അവർക്ക് ഇറാൻ്റെ കാര്യത്തിലോ ഹിസ്ബുള്ളയുടെ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവുമില്ല. ഒരു പരിധിവരെ അവർക്ക് ഇസ്രായേലുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനായിരിക്കാം താല്പര്യപ്പെടുന്നത്. അസദിൻ്റെ ഭരണകാലത്ത് നടത്തിയ ക്രൂരകൃത്യങ്ങളും അഴിമതികളും വെട്ടിപ്പും എല്ലാം തന്നെ പരമാവധി പുറത്തു കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കുക എന്ന നിലപാടിലേക്ക് പോയിരിക്കുന്ന വിമതരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് അവർക്കും നന്നായിട്ടറിയാം. കാരണം ഈ മേഖലയിൽ ഏറ്റവും വലിയ ശക്തിയുള്ളതാണ് ഇസ്രായേലിനോട് വെറുതെ ഏറ്റുമുട്ടാൻ പോയി പണി വാങ്ങണ്ട എന്ന ചിന്ത അവർക്കും ഉണ്ടായിരിക്കാം. ഇറാനിൽ നിന്ന് കപ്പലുകളിലൂടെ ഈ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് എത്തുന്നത് നേരത്തെയും തുടർന്നിരുന്നു. എത്രയോ കാലം ഹിസ്ബുള്ളയ്ക്ക് ആയുധം മുഴുവൻ നൽകിയിരുന്നതും അവർക്ക് എല്ലാവിധ പണവും പരിശീലനവും എല്ലാം നൽകിയിരുന്നതും ഇറാൻ തന്നെയായിരുന്നു. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമെല്ലാം എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ഇറാനാണ് എന്നുള്ള കാര്യം ഒരു പരസ്യമായ രഹസ്യമായിരുന്നു. ഇപ്പോഴും ഇറാൻ അത് പരസ്യമായി അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ തന്നെ എക്കാലത്തും ലഭിച്ചിരുന്നു. അതിൻ്റെ കൂടി ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷെ സിറിയ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെ എടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും ഇനി മുതൽ ഇറാൻ്റെ ആയുധങ്ങൾ ഞങ്ങളുടെ രാജ്യം വഴി കൊണ്ടുപോകേണ്ട എന്നുള്ളത്. 2 തവണ ഓരോ കപ്പൽ നിറയെ ആയുധം പിടിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഇറാൻ ആയുധം അയക്കാൻ ഒന്ന് മടിക്കും. കാരണം തങ്ങളിനി അയക്കാൻ പോകുന്ന ആയുധങ്ങളൊക്കെ ചെന്നെത്തുന്നത് അസദിൻ്റെ എതിരാളികളായ, അതായത് തങ്ങളുടെ തന്നെ എതിരാളികളായ സിറിയയിലെ പുതിയ ഭരണകൂടത്തിൻ്റെ കയ്യിലേക്കായിരിക്കുമെന്ന് അവർക്കറിയാം. ഈ പിടിച്ചെടുത്ത ആയുധങ്ങൾ അവർ സിറിയൻ സൈന്യത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുമെന്നും അറിയാം. അങ്ങനെ സ്വന്തം ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് തങ്ങൾ ഒരുപക്ഷെ നാളെ എത്തുമോ എന്ന സംശയവും ഇറാന് കാണും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹിസ്ബുള്ള നിരായുധരായി തന്നെ ഒരുപക്ഷെ പോരാടാൻ ഇറങ്ങിയാൽ പോലും അവരത് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോഴും ഇസ്രായേൽ അതിശക്തരാണ് എന്ന കാര്യം ഹിസ്ബുള്ളയ്ക്കും അറിയാം, ഇറാനും നന്നായിട്ടറിയാം. ഏതായാലും കപ്പൽ മാർഗത്തിൽ ആയുധം എത്തിക്കുന്നത് സിറിയ തടയും കൂടി ചെയ്തതോടെ ഇനി അങ്ങോട്ട് ഹിസ്ബുള്ളയ്ക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ട അവസ്ഥ തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്.